വളരെ ഈസിയായി ഒരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങണോ? ആ ബിസിനസ് വളരെ വലിയൊരു രീതിയിലേക്ക് വളരണോ? ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങി മുസ്ലിം വെറുപ്പങ്ങ് ഉൽപ്പാദിപ്പിച്ചോളൂ. മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുക. മുസ്ലിം നാമധാരികളെ, മുസ്ലിംസിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ച് ആ പ്രശ്നത്തെ ഇങ്ങനെ വലുതാക്കുക എന്നുള്ളതാണ്. ഒരു സംശയവുമില്ല എന്നുള്ളതാണ് അതിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂട്യൂബിന്റെ ഒരു പൊതു സ്വഭാവം തന്നെ കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ട്രിഗർ ഒരു അക്കൗണ്ടിൽ നിന്ന് പോകാൻ പാടില്ല, ഒരു ചാനലിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ളതാണ് പൊതു സ്വഭാവം. പക്ഷെ കേരളത്തിലെ സർക്കാർ ഒരു കാരണവശാലും അങ്ങനെ ഒരു കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്നത് കൊണ്ട് യൂട്യൂബേഴ്സിനെ കടന്നാക്രമിക്കുകയോ അവർക്കെതിരെ കേസ് എടുക്കുകയോ എഫ്ഐആർ ഇടുകയോ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെറുപ്പ് ഇവിടെ നിന്ന് പറയാമെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു യുവാവ് വെഞ്ഞാറമൂട് നടത്തിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എത്രയോ യൂട്യൂബേഴ്സിന്റെ ചാനലിലാണ് വന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഭീകരവാദ ബന്ധവും ചേർത്ത് വെക്കുകയാണ് അതിനെ. സാമ്പത്തികമായ ഇടപാടുകളെ, ലഹരിയുടെ ഇടപാടുകളെ, ആ ഫാമിലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ മുഴുവനും ഒരു മുസ്ലിം നാമധാരിയുടെ പേര് ചേർത്ത് വെക്കുമ്പോൾ ഇതിനു മുമ്പുണ്ടായ ഇത്തരം പ്രശ്നങ്ങളിലൊന്നും തന്നെ ഭീകരവാദം ഉന്നയിക്കുന്നില്ല. മുസ്ലിം നാമധാരിയാകുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഭീകരവാദ ബന്ധം ചേർത്ത് വെക്കാൻ ചിലർ ഇങ്ങനെ ഉടുപ്പ് തയ്പ്പിച്ച് തുന്നി ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. നട്ടല് വേണം സർക്കാർ ഇതിന്. കഴിഞ്ഞ ദിവസം എഹ്സാൻ ജാഫ്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഗുജറാത്തിലെ MP-യുടെ ഓർമ്മ ദിവസം പിണറായി വിജയൻ വലിയൊരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഈ സർക്കാരിന്റെ, പിണറായി വിജയന്റെ ഉത്തരവാദിത്തം കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. ഗുജറാത്ത് വംശീയ കലാപം ഉണ്ടാകാനുള്ള കാരണം വർഷങ്ങൾ കൊണ്ട് പാഠപുസ്തകത്തിലേക്ക്, അതേപോലെ തന്നെ അവിടുത്തെ സോഷ്യൽ ലൈഫിലേക്ക് ഈ വർഗീയത ഇങ്ങനെ ഇട്ടുകൊടുത്താണ് അവസാനം ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. അതിലേക്കാണ് ഈ കേരളം പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ നാട് അത്തരം കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല. ഇവിടെ മതനിരപേക്ഷതയുടെ ഈ മണ്ണിൽ ഒരു സർക്കാരിന് 8 വർഷമായി ആഭ്യന്തരം കൈയാളുന്ന പിണറായി വിജയന് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന് കണക്കുകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാതെ ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രം അങ്ങയുടെ ഉത്തരവാദിത്വം കഴിയുന്നു എന്ന് കരുതാൻ പാടില്ല. ഈ BJP-യുടെ, RSSന്റെ ഈ വലിയ വർഗീയതയെ എന്തുകൊണ്ടാണ് CPM-ഉം കോൺഗ്രസും നിശബ്ദമായി പോകുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോ ഈ നാടിനെ വിട്ടുകൊടുക്കില്ല വർഗീയതയ്ക്ക്. ഈ നാടിൽ വീഴുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാർത്തകൾ പോലും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ച് വരുന്നത് നാളെയുടെ വലിയ വർഗീയ കലാപങ്ങൾക്കാണെന്ന് കഴിഞ്ഞ കാലങ്ങളെ ഓർത്തെടുത്ത്, അയൽ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളെ ഓർത്തെടുത്ത് മനസ്സിലാക്കാൻ ഒരു സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇവിടെയും മറ്റൊരു കലാപങ്ങൾ ഉണ്ടാക്കപ്പെടുക തന്നെ ചെയ്യും.